കുറ്റിപ്പുറത്ത് അമീന എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ ആശുപത്രി ജീവനക്കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിൽ ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം? അതായത് കുറ്റിപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ OT ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തിരുന്ന എറണാകുളത്തുള്ള കോതമംഗലം സ്വദേശിനിയായിട്ടുള്ള അമീന. അപ്പോൾ അവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുന്നത്. അതായത് കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ കോളേജിൽ OT ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുന്ന കുട്ടിയായിരുന്നു അമീന. അപ്പോൾ ഈ OT ടെക്നീഷ്യൻ കോഴ്സ് ഇവിടെ 6 മാസം തിയറിയും 1 വർഷം പ്രാക്ടിക്കലും ആണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോളേജ് അധികൃതർ തന്നെയാണ് കോതമംഗലത്ത് നിന്ന് കുറ്റിപ്പുറത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുറച്ച് കുട്ടികളെ പറഞ്ഞു വിട്ടിരുന്നത്. അപ്പോൾ അതിലുള്ളൊരു കുട്ടിയാണ് ഈ അമീന എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ഈ അമീനയെ അവിടെ പറഞ്ഞു വിടുകയും അവിടെ കോഴ്സ് ഏകദേശം കഴിഞ്ഞ 2024 ഡിസംബറിൽ ഈ കോഴ്സ് കഴിയേണ്ടതാണ്. അപ്പോൾ 2024 ഡിസംബറിൽ ഇവരുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞ്, അപ്പോൾ 1 വർഷത്തെ പ്രാക്ടിക്കൽ ആ 24 ഡിസംബറിൽ കഴിയും. അപ്പോൾ ആ കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് പിന്നീട് ഒരു ജോലി കിട്ടണം എങ്കിൽ അവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇവർ അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ജനറൽ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ 6 മാസം കൂടി ഇവിടുത്തെ സർവീസ് നിങ്ങൾ പൂർത്തിയാക്കണം. 6 മാസം കൂടി നിങ്ങൾ സർവീസ് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമീന അവർ സ്വാഭാവികമായിട്ടും അതിനെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 1 വർഷമാണ് പറഞ്ഞിരുന്നത്, അപ്പം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരതിന് തയ്യാറായില്ല. അമീനയുടെ ബന്ധുക്കൾ വന്ന് സംസാരിച്ചപ്പോഴും ഇവരുടെ നിലപാട്, അതായത് ജനറൽ മാനേജറാണ്, മാനേജ്മെൻറ്റ് എന്ന് പറയേണ്ട ജനറൽ മാനേജർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ 6 മാസം കൂടി നിർബന്ധമായിട്ടും ഇവിടെ ഞങ്ങൾ പറയുന്ന ജോലികൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അമീനയുടെ വീട്ടുകാർ തിരിച്ചുപോയി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഓക്കെ, ഒരു 6 മാസം കൂടെ കിട്ടിയാൽ അത്ര എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി കാണണം ചിലപ്പോൾ. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ മാസം അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ജൂലൈ 16-ാം തീയതി ഈ കുട്ടി അവിടെ നിന്ന് പോരാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് വിദേശത്തൊരു ജോലി ഏകദേശം തരപ്പെട്ട് വരികയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടത്തേക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് അയച്ചു കൊടുക്കണം. അങ്ങനെ ഈ ജൂലൈ 12-ാം തീയതി ഈ പറഞ്ഞ അമീന എന്ന് പറയുന്ന പെൺകുട്ടി ഈ ജനറൽ മാനേജറുടെ ക്യാബിനിലേക്ക് പോയി. അപ്പോൾ ജനറൽ മാനേജറുടെ ക്യാബിനിൽ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ ഇപ്പോൾ സാധ്യമല്ല. സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇനി 1 മാസം കൂടി നിങ്ങൾ നിർബന്ധിതമായിട്ട് ഞങ്ങൾ പറയുന്ന സേവനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ് ആളുടെ പേര്. വളാഞ്ചേരി കാവുംപുറം സ്വദേശിയാണ് അബ്ദുൾ റഹ്മാൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി 1 മാസം കൂടി നിങ്ങൾ ഈ സേവനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. 6 മാസം മുമ്പ് ആശുപത്രിയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയ ശേഷം അമീന ജനറൽ മാനേജറെ കൊടിയ പീഡനങ്ങൾക്കിരയായി എന്നൊക്കെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി സങ്കടം സഹിക്കുക വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ആ ആശുപത്രിയിലെത്തിയ സമയത്ത് ആ ആശുപത്രിയിലെ മുഴുവൻ സ്റ്റാഫുകളും ഈ പറഞ്ഞ ജനറൽ മാനേജർക്കെതിരെ മൊഴി കൊടുത്തു. ജനറൽ മാനേജർ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും പീഡിപ്പിക്കുകയാണ്. മാനസികമായിട്ട് എല്ലാവർക്കും പിരിമുറുക്കം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ. ഈ പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ നിർബന്ധിത ബുദ്ധിയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി വരുന്ന ആളുകളെ കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. 6 മാസം കൂടി ഒരാളുടെ ജോലി അവിടെ കിട്ടുകയല്ലേ. അപ്പോൾ ഒരാളുടെ ശമ്പളം കൊടുക്കണ്ടല്ലോ 6 മാസം ഒരാളുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 രൂപ വെച്ചാണെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് മേളിലായില്ലേ. അപ്പോൾ അത്രയും കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വരുന്ന ആളുകളെ കൊണ്ട് അവിടെ അവർ പഠിച്ചതും പഠിക്കാത്തതുമായ തൂപ്പുജോലി ഉൾപ്പെടെയുള്ള സകല ജോലികളും അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന ജോലി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ ഈ അബ്ദുൾ മജീദ് അല്ലേ, അങ്ങനല്ലേ ഞാൻ പേര് പറഞ്ഞു, അയാൾക്കെതിരെ പോലീസ് കൃത്യമായിട്ട് അന്വേഷണമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ജനറൽ മാനേജറെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നിരവധി ആളുകൾ അവിടെ നേരത്തെ ജോലി ചെയ്തതും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിരവധി ആളുകൾ പോലീസിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം പോലീസിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികളെല്ലാം വിശദമായിട്ട് അന്വേഷിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായിട്ട് അന്വേഷിക്കുന്ന മുറയ്ക്ക് ഇദ്ദേഹത്തിനെതിരെയുള്ള വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നത് ചുമത്തി അദ്ദേഹത്തിനെതിരെ വിശദമായിട്ടുള്ള കേസെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹവുമായിട്ട്
അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ ആശുപത്രിയിൽ വന്ന് അവിടെ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ കൂടി എടുക്കുന്നുണ്ട്. ഈ മലപ്പുറം SP തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഏർപ്പാടാക്കിയ പ്രത്യേക ടീമാണ് ഈ അന്വേഷണം നടത്തുന്നത്. കാരണം ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലോ ഒക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്താണ് എന്ന് കണ്ടെത്തണം. ഇതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതൊരു സമൂഹത്തിന് സന്ദേശമാകണം എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറം SP ഒരു സ്ക്വാഡിനെ രൂപീകരിച്ച DYSP ആണ് പ്രേമാനന്ദ് എന്ന് പറയുന്ന DYSP ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ DYSP പ്രേമാനന്ദ കൃഷ്ണൻ, കുറ്റിപ്പുറം SHO നൗഫൽ, SI ഗിരി എന്നിവരുടെ നേതൃത്വത്തിൽ SI നവീൻ, തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ SI ജയപ്രകാശ്, ASI രാജേഷ്, ജയപ്രകാശ്, സുധാകരൻ, SCPO സനീഷ് എറിൻ ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചതിന് ശേഷം ഇതിൽ ഇദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുവരും. അതിന് മറ്റു കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ട്. കാരണം ഇതിലിപ്പം കൂടുതൽ പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചിലപ്പം കസ്റ്റഡി അപേക്ഷ കുറച്ചുകൂടെ നീട്ടാനുള്ള സാധ്യതയുണ്ട്. പരാതികളുടെ എണ്ണം എത്രത്തോളം ഉണ്ടാകും എന്നറിഞ്ഞിട്ട് ഇതിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളോട് ശോചനീയമായ അവസ്ഥയിലാണ് അവിടുത്തെ ശുചിമുറിയുള്ളത്. ഈ ശുചിമുറി ഉൾപ്പെടെ വൃത്തിയാക്കാൻ അവിടെ നഴ്സുമാരായിട്ടും അല്ലാതെയും വരുന്ന ആളുകളോട് നിർബന്ധിതമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. ജീവനക്കാർക്ക് വേണ്ട ഒരു പരിഗണനയും ആ താമസ സ്ഥലത്ത് അവരെ നൽകാനോ ജോലി സ്ഥലത്ത് നൽകാനോ ഇവർ തയ്യാറായിട്ടില്ല. മുൻപ് താമസക്കാർക്ക് പല സാധനങ്ങളും വാങ്ങാൻ പണം അനുവദിച്ചിരുന്നു. പ്രതിയായ ജനറൽ മാനേജറുടെ തീരുമാനപ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി. ജീവനക്കാർക്ക് ലഭിക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് വേണമായിരുന്നു ചെലവ് കഴിയാൻ. പലരും പരാതി നൽകിയെങ്കിലും യാതൊന്നും മുഖവിലേക്കെടുത്തില്ലെന്ന് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. അതായത് കടുത്ത അനീതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ, അനീതിയാണ് അവിടുത്തെ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജീവനക്കാർക്കുള്ള യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അവിടുത്തെ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. നേരത്തെ ഉണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും ഈ പറയുന്ന ജനറൽ മാനേജർ വന്നതിന് ശേഷം അത് വെട്ടിക്കുറച്ചു. എന്നിട്ട് മാനേജ്മെൻറ്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിൽ ജനറൽ മാനേജർ അവിടെയുള്ള ഓരോ സ്റ്റാഫുകളെ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാത്ത അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പല ജോലികളും ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം പല ആത്മഹത്യകളും പുറത്തു വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിക്കും എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നുള്ളത്. അവർക്ക് നേരിട്ട ഒരുപക്ഷെ കൊടിയ പീഡനമായിരിക്കാം, കൊടിയ അവഗണനയായിരിക്കാം. അവരുടെ ജീവിതത്തിൽ നേരിട്ട വലിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നത് അറിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധികൾ പിന്നീടുള്ള നമ്മുടെ ഭാവിയിൽ എങ്ങനെ വരാതെ നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കും. ഒന്ന്, അങ്ങനെയുള്ള പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കും. ഇനി ഭാവിയിൽ, വിദൂര ഭാവിയിലെങ്കിലും അതേപോലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി എങ്ങനെ വരാതിരിക്കാൻ നോക്കാൻ പറ്റും എന്നതുകൂടി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കുട്ടിയുടെ ആത്മഹത്യയിൽ ജനറൽ മാനേജർക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി കൂടുതൽ കേസ് വരുന്ന മുറയ്ക്ക് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് ഇയാളുടെ തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തും. മറ്റ് പരാതി നൽകിയ ജീവനക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.